മനുഷ്യജീവിതം ഒരു സർക്കിൾ പോലെയാണ്. അതിൽ ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, മധ്യവയസ്സ്, വാർദ്ധക്യം എന്നീ അവസ്ഥകളിലൂടെയാണ് കടന്നുപോകുന്നത്. ഓരോ അവസ്ഥകളിലും ശരിയായ രീതിയിലുള്ള സ്നേഹവും സംരക്ഷണവും പരിചരണവും എല്ലാം ആവശ്യമാണ്. ശൈശവത്തിൽ എന്തുമാത്രം സ്നേഹവും സംരക്ഷണവും കരുതലുമൊക്കെ നമ്മൾ കൊടുത്തുവോ അതിനേക്കാൾ കൂടുതൽ സംരക്ഷണവും സ്നേഹവും കരുതലുമൊക്കെ കൊടുക്കേണ്ട ഒരു പ്രായമാണ് വാർദ്ധക്യവും. ശൈശവത്തിൽ നമ്മുടെ ശരീരവും കോശങ്ങളുമെല്ലാം വളരാനുള്ള തിടുക്കത്തിലായിരിക്കും. എന്നാൽ വാർദ്ധക്യത്തിലോ അവയെല്ലാം ക്രമേണ നശിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ കെയറും സംരക്ഷണവും വേണമെന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ വീടുകളിൽ പ്രായമായ മാതാപിതാക്കളും മക്കളും, ചില വീടുകളിൽ പേരക്കുട്ടികളും മരുമക്കളുമൊക്കെയായി ജീവിക്കുന്നവരാണല്ലോ. ചില വീടുകളിലൊക്കെ കാണുന്നത് മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോൾ മരുമക്കളും പേരക്കുട്ടികളും ഒക്കെയാകുമ്പോൾ അവർ മാറിക്കിടക്കുന്നതാണ് കാണുന്നത്. ഒരു റൂമിൽ 2 കട്ടിലുകളിലായോ അതല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വീടിന്റെ മറ്റെവിടെയെങ്കിലുമായോ അതല്ലെങ്കിൽ പേരക്കുട്ടികളുടെ കൂടെയോ ഒക്കെയാണ് കിടക്കാറ്. പ്രായമാകുന്നതോടെ ഒന്നിച്ചൊരു റൂമിൽ കഴിയാൻ പാടില്ല, മറ്റുള്ളവരെന്ത് വിചാരിക്കും, മരുമക്കൾ എന്ത് വിചാരിക്കും, പേരക്കുട്ടികൾ എന്ത് വിചാരിക്കും എന്നൊക്കെയുള്ള തെറ്റായ ധാരണയും കാഴ്ചപ്പാടുകളും ചിന്താഗതിയുമാണ് ഇതിന്റെ പിന്നിൽ. ഞാൻ ജമീല, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. ദാമ്പത്യ ജീവിതത്തിൽ 7 സ്റ്റേജുകളാണുള്ളത്. അതിലെ 7ാമത്തെ സ്റ്റേജാണ് കംപ്ലീഷൻ സ്റ്റേജ്. അതായത് പ്രായമാകുമ്പോഴുള്ള സ്റ്റേജ് 25 വർഷത്തിന് മുകളിലേക്കുള്ള ഒരു സ്റ്റേജാണ് കംപ്ലീഷൻ സ്റ്റേജ്. ഈ പ്രായത്തിൽ താങ്ങും തണലുമാകേണ്ടവരാണ്. ദാമ്പത്യ ജീവിതത്തിലെ 7 സ്റ്റേജുകളിൽ ആദ്യത്തെ സ്റ്റേജാണ് പാഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. വിവാഹം കഴിഞ്ഞ ആദ്യത്തെ 3 വർഷകാലം, അതായത് ഹണിമൂൺ കാലഘട്ടം എന്നൊക്കെ ഇതിന് പറയും. 2ാമത്തെ സ്റ്റേജ് റിയലൈസേഷൻ സ്റ്റേജ് എന്ന് പറയും. 3 വർഷം മുതൽ 7 വർഷം വരെയുള്ള കാലഘട്ടമാണ് റിയലൈസേഷൻ സ്റ്റേജ്. 3ാമത്തേത് റിബല്യൻ സ്റ്റേജ്. 7 വർഷം മുതൽ 10 വർഷം വരെയുള്ള കാലഘട്ടമാണ് റിബല്യൻ സ്റ്റേജ്. 4ാമത്തേത് കോ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയും. അത് 10 വർഷം മുതൽ 15 വർഷം വരെയുള്ള കാലഘട്ടമാണ് കോപ്പറേഷൻ സ്റ്റേജ്. 5ാമത്തെ സ്റ്റേജ് റീയൂണിയൻ സ്റ്റേജ്. 15 വർഷം മുതൽ 18 വർഷം വരെയുള്ള കാലഘട്ടമാണ് റീയൂണിയൻ സ്റ്റേജ്. 19 വർഷം മുതൽ 25 വർഷം വരെയുള്ള കാലഘട്ടം അത് എക്സ്പ്ലോഷൻ സ്റ്റേജ് എന്ന് പറയുന്നു. 7ാമത്തെ സ്റ്റേജാണ് കംപ്ലീഷൻ സ്റ്റേജ്. ഈ കാലഘട്ടത്തിനിടയിൽ ഒരുപാട് പ്രോസസ്സിലൂടെ, ഒരുപാട് പ്രശ്നങ്ങളിലൂടെ, ഒരുപാട് ജീവിതത്തിലെ ഒരുപാട് കാലഘട്ടങ്ങൾ, നല്ലതും പ്രശ്നങ്ങൾ നിറഞ്ഞതുമായ ഒരുപാട് കാലഘട്ടങ്ങളിലൂടെയാണ് ഇവ കടന്നു പോകുന്നത്. അവസാനത്തേത് താങ്ങും തണലുമാകേണ്ട ആ സ്റ്റേജാണ് കംപ്ലീഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ദാമ്പത്യ ജീവിതത്തിൽ ഈ കംപ്ലീഷൻ സ്റ്റേജ്, ഈ ഭാഗ്യം എല്ലാവർക്കും ഒന്നും കിട്ടിയെന്ന് വരില്ല. അതൊരു അനുഗ്രഹം തന്നെയാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ദമ്പതിമാർ, മനുഷ്യർ കടന്നു പോകുന്നത്. ഈ സ്റ്റേജിന്റെ പ്രത്യേകത, കംപ്ലീഷൻ സ്റ്റേജിന്റെ പ്രത്യേകത, 25 വർഷത്തിന് മേൽ ദാമ്പത്യ ജീവിതം നയിച്ചതിന് ശേഷമുള്ള ഒരുപാട് അനുഗ്രഹങ്ങളും ഒരുപാട് ജീവിത അനുഭവങ്ങളും ഇവർ നേടിയിട്ടുണ്ടാകും. ഇവർക്ക് പ്രായമായി വരുന്നു, കൂടുതൽ ശാന്തരാകുന്നു, ഇവരുടെ ജീവിത ശൈലികളിൽ മാറ്റം വരുന്നു, ചിലർക്ക് പല വിധത്തിലുള്ള വാർദ്ധക്യത്തിൽ ഒരുപാട് മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകളിലൂടെയായിരിക്കും കടന്നു പോകുക. അതിനിടയിൽ അവരെ കേൾക്കുവാനും അവരെ നോക്കുവാനും ആളില്ലാത്ത അവസ്ഥ കൂടി വരുമ്പോൾ വാർദ്ധക്യത്തിലെ ജീവിതം വളരെയധികം ദുസ്സഹമായിരിക്കും. ഉത്കണ്ഠ,
മാനസികമായ മറ്റു പ്രശ്നങ്ങൾ, ഓർമ്മക്കുറവ്, ലോൺലിനെസ് ഇവയൊക്കെയാണ് വാർദ്ധക്യത്തിൽ അവരെ ബുദ്ധിമുട്ടാക്കുന്നത്. ഏകാന്തത വാർദ്ധക്യത്തിലെ ഏറ്റവും ദുസ്സഹമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും. ഭാര്യ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വാർദ്ധക്യത്തിൽ അവര് രണ്ടുപേരെയും ഒരുമിച്ച് തന്നെ ജീവിക്കാൻ അനുവദിക്കുക. കാരണം വാർദ്ധക്യത്തിൽ ഏറ്റവും ദുസ്സഹമായി തീരുന്ന അവസ്ഥയാണ് ഏകാന്തത. പരസ്പരം സംസാരിച്ചും പരസ്പരം കെയർ ചെയ്തും മരണം വരെ അവർ ഒരുമിച്ച് കഴിയേണ്ടവരാണ്. ജീവിതത്തിൽ താങ്ങും തണലുമാകേണ്ട ഈ കാലഘട്ടത്തിൽ അവരെ ഒരുമിച്ച് ജീവിപ്പിക്കുവാനും ഒരുമിച്ച് നിൽക്കുവാനും ഒരുമിച്ച് കിടക്കുവാനുമുള്ള ഒരു അവസരം മക്കളായാലും മരുമക്കളായാലും പേരക്കുട്ടികളായാലും അവർക്ക് നൽകേണ്ടതാണ്. ഒരു സാഹചര്യം അവർക്ക് ഒരുക്കി കൊടുക്കേണ്ടതാണ്. മരണം വരെ അവരെ ഒരുമിച്ച് ജീവിക്കുവാൻ അനുവദിക്കും. വാർദ്ധക്യത്തിലെ ഏറ്റവും ദുസ്സഹമായ ഒരു അവസ്ഥയാണ് അവരെ കേൾക്കുവാനും അവർ സംസാരിക്കുന്നത് കേൾക്കുവാനും അവരെ മനസ്സിലാക്കുവാനും അവരോട് സംസാരിക്കുവാൻ ആളില്ലാത്തതുമായ ഒരു അവസ്ഥ. മരണം വരെ അവർ ഒരുമിച്ച് കഴിയട്ടെ. അതവർക്ക് ശാരീരികവും മാനസികവുമായ ശാന്തിയും സംതൃപ്തിയും സമാധാനവും സന്തോഷവുമൊക്കെ പ്രദാനം ചെയ്യും. ടേക്ക് കെയർ.